ഇന്നത്തെ വിഷയം രേണുസുതിയുടെ ഈ റീലാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മെയിൻ റോഡാണല്ലോ. വണ്ടി ഇതെന്താ ഒരുത്തൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറി ചീത്ത പറയുന്നത്. ഇവരോടി അപ്പുറത്ത് വന്ന് പാവമോ പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജീവിച്ചോട്ടെ, നിനക്കൊക്കെ എന്തിൻ്റെ കേടാ എന്നാണ് പൊതുവേ ഈ ഒരു വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കുന്നത്. എല്ലാവരും പാവാണ്, എല്ലാ മനുഷ്യന്മാരും പാവാം, ആരും ക്രൂരൊന്നുമല്ല. ഇപ്പോൾ രേണുസുതി റിലേറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഫെയിം കിട്ടണമെങ്കിൽ പോസിറ്റീവ് വഴിയും കിട്ടും, നെഗറ്റീവ് വഴിയും കിട്ടും. അതിൽ നെഗറ്റീവ് വഴി ഫെയിം ആവാൻ നോക്കുന്ന ഒരാളാണ് രേണുസുതി. ഇത്ര മാത്രമേ ഞാൻ ആ വീഡിയോയിൽ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതിൽ കൺവേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇപ്പം പുതിയൊരു കോൺട്രവേഴ്സി ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ പേര് ആ വിഷയം എടുത്ത് റിയാക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് റിയാക്ട് ചെയ്തതിനുള്ള പുരസ്കാരം എനിക്കായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട റീല് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം ഈ റീൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആൽബം ഷൂട്ടിൻ്റെ ഭാഗമായി എടുത്തിട്ടുള്ള റീലാണ്. റോഡ് ബ്ലോക്ക് ചെയ്തതൊന്നുമല്ല. അവരുടെ കൂടെ ഷൂട്ടിൽ അഭിനയിക്കുന്ന വ്യക്തിയാണ് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറയുന്നത്. റോഡ് തടസ്സം ചെയ്തിട്ടൊന്നുമല്ല ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് എന്നൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. റോഡ് തടഞ്ഞിട്ടാണെങ്കിലും തടഞ്ഞില്ലെങ്കിലും ആൽബം ഷൂട്ടാണെങ്കിലും പബ്ലിക്കായി വന്ന് ഇങ്ങനത്തെ പരിപാടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, 100% തെറ്റാണ്. ഇപ്പം ആൽബം ഷൂട്ട് നടക്കുന്നതാണെങ്കിലും ആ റീല് കാണുന്ന ആൾക്കാർക്കറിയാം, ആ റീല് പോകുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടി അപ്പുറത്തെ സൈഡിൽ കൂടി വണ്ടി വരുന്നുണ്ട്. ഒരിക്കലും സേഫ് ആയൊരു സ്ഥലമല്ല നിങ്ങൾക്ക് അവിടുത്തെ ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ ഇങ്ങനത്തെ ഒരു സാധനം ഷൂട്ടിൻ്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്തെങ്കിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വന്നിട്ട് ഇത് പബ്ലിക്കായി ഇടുക എന്ന് പറഞ്ഞാൽ അത് അടുത്ത വലിയ മണ്ടത്തരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കാണുന്ന ആൾക്കാർ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും ഇതേ പരിപാടി ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇതേ സിറ്റുവേഷൻസ് ഇനി ഇങ്ങനെ ഫ്രണ്ടോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു ന്യൂസ്, ഇന്നലെയോ മെഞ്ഞാന്നോ വന്ന ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ന്യൂസാണ്. ഇൻസ്റ്റഗ്രാം റീല് ഷൂട്ട് ചെയ്തതിൻ്റെ പേരിൽ കുറേ ചെക്കന്മാരെ പിടിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അവർ കുറച്ചധികം കിലോമീറ്ററോളം കാറിൽ നിന്ന് തല പുറത്തിട്ട് നിന്ന് സാഹസികമായ എന്തോ കാര്യങ്ങൾ കാണിച്ചതിൻ്റെ പേരിൽ പിടിച്ചതാണ്. സ്വന്തം കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി തലയിട്ട് കാണിച്ചതിൻ്റെ പേരിൽ അവരെ പിടിച്ചെങ്കിൽ ഇതിനൊക്കെ പിന്നെ എന്താ ചെയ്യണ്ടേ? വണ്ടി പോയിക്കൊണ്ട് നിൽക്കുന്ന റോട്ടിൽ വന്നിട്ട് ഡാൻസ് കളിച്ച് റീലെടുക്കുക, അതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് കയറി പറയുക. തെറ്റ് അത് ആര് ചെയ്താലും തെറ്റാണ്. അതിപ്പോൾ ആൽബത്തിന് വേണ്ടിയിട്ടാണെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും റോഡ് ഒരു പബ്ലിക് സ്ഥലമാണ്, അവിടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അതിൻ്റെ മുമ്പിൽ വന്നിട്ടല്ല ഇങ്ങനത്തെ കോപ്പറേറ്ററി കാര്യങ്ങളും കാണിക്കണ്ട. നമുക്ക് ദാസേട്ടൻ എന്ന് വെച്ചാൽ ഈ വീഡിയോ റിലേറ്റ് ചെയ്ത് ദാസേട്ടൻ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതൊന്ന് കാണാം. ചങ്കട നമസ്കാരം. ഞാനും രേണുസുതി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ. ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച്. ഞങ്ങളെ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള രണ്ടുപേരും ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ്. അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാടാ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ മാസം 16-ാം തീയതി രാവിലെ 7 മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണത്. അതിൽ അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. രാവിലെ 7 മണിക്ക് മുമ്പ് എടുത്തൊരു സീനാണത്. അതാണ് യഥാർത്ഥത്തിലുള്ളത്. ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസേട്ടൻ കോഴിക്കോട് രേണുസുതി വെറുതെ പറയാണ്. ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണ് എന്ന് ചോദിക്കുന്നത്. അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ചങ്കുകളെ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ആള് എക്സ്പ്ലനേഷനിൽ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ആള് ആൽബത്തിന് വേണ്ടി എടുത്തൊരു സാധനമാണ്. നിങ്ങൾ ആൽബത്തിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതോ നിങ്ങൾ അഭിനയിക്കുന്നതോ നിങ്ങൾ ആൽബം ഇടുന്നതോ ഒന്നും തെറ്റാന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന സമയത്ത് പബ്ലിക്കിനും ഇത് ചെയ്യാനുള്ള ടെൻഡൻസീസ് കൂടും. അങ്ങനത്തെ ടെൻഡൻസീസ് കൂടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇപ്പോൾ ഈ ഒരു സാധനത്തിനെ വലിയ കേസോ കാര്യങ്ങളോ ഒന്നും എടുക്കാണ്ട് വിട്ട് കളയുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് എന്താ ഉണ്ടാവുക? ഇതേ പർട്ടിക്കുലർ ആൾക്കാർ ചെയ്യുമ്പോൾ അവർ ചോദിക്കും, അവർ ചെയ്യുമ്പോൾ പ്രശ്നമല്ലേ, ഞങ്ങൾ ചെയ്യുമ്പോഴാണോ ഇതോ വിഷയം എന്ന് പറയുന്നത്? അതേ ഇവിടെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. കാരണം നിങ്ങൾ ആൽബം ചെയ്യുന്ന പോലെ ബാക്കി ആൽബവും റീലും ഒരേ സാധനം തന്നെയാണ്.
ഷോർട്ട് ഫിലിമും റീലും ഒരേ സാധനം തന്നെ. ഇതും ഷോർട്ട് ഫിലിം 10 മിനിറ്റ് ഉണ്ടാവും, ഇത് 1 മിനിറ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. അവിടെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡാൻസ് കളിക്കുന്നതോ അല്ലെ വണ്ടി പോകുന്നതോ തടയുന്നതോ വലിയ പ്രശ്നമാക്കി ലെറ്ററും നോട്ടീസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതും ഒരു പ്രശ്നമാക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സാധനങ്ങളൊക്കെ 4 ആൾ 5 ആളൊക്കെ കാണും. അപ്പോൾ ഈ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇത് റിലേറ്റ് ചെയ്ത് പറയും. കാരണം ഇന്ന് റീൽസിൻ്റെ ഒക്കെ പോക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, റീൽസ് എടുക്കാൻ പോയിട്ട് വെള്ളത്തിൽ ചാടി മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം, അല്ലെങ്കിൽ ഒരു നവവധു റീൽസ് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ചെക്കൻ അതിൽ പോയ ഇതൊക്കെ നിങ്ങൾക്ക് ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇനി അത് രാവിലെ എടുത്തതാണെങ്കിലും വൈകുന്നേരം എടുത്തതാണെങ്കിലും ആ സമയം 2 സൈഡിൽ വണ്ടി പോകുന്നുണ്ട്. വണ്ടി പോകുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും. ഇങ്ങനത്തെ കോപ്രായത്തരം കാണുമ്പോൾ ഏതെങ്കിലും ഒരാൾ കണ്ണു പറഞ്ഞ് അങ്ങോട്ട് നോക്കിയാൽ അവൻ്റെ ബാലൻസ് തെറ്റി വണ്ടി പോയി, ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിലോ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിലോ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കരുത്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്കൊരു വേറൊരു വീഡിയോയും കൂടി എൻ്റെ സൈഡിൽ പ്ലേ ചെയ്ത് കാണിക്കാം. ഈ വീഡിയോ ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, ചണ്ഡീഗഡിൽ ഉണ്ടായിരുന്ന ഒരു അജയ് ഗുണ്ടു എന്ന് പറയുന്ന പോലീസുകാരൻ്റെ വൈഫ് ഫുട്പാത്ത് കിടന്ന് റീൽ എടുക്കുന്നതാണ്. ലാസ്റ്റ് അവൻ്റെ ജോലി പോയി. ഈ റീൽ എഴുതിയത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ചണ്ഡീഗഡ് പോലീസ് കോൺസ്റ്റബിൾ അജയ് ഗുണ്ടു ഹാസ് ബീൻ സസ്പെൻഡഡ് ആഫ്റ്റർ ഹിസ് വൈഫ് ഡാൻസ് റീൽ ഓൺ എ ബിസി സീബ്ര ക്രോസിംഗ് വെന്റ് വൈറൽ. സീബ്ര ക്രോസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അജയ് കുണ്ടു എന്ന് പറയുന്ന ആളുടെ വൈഫ് ഡാൻസ് കളിച്ചു, അതിൻ്റെ പേരിൽ അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന്. അതിൻ്റെ ന്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, വേണം അതും. സെക്രട്ടർ 19 പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന അജയ് ഗുണ്ടു എന്ന പോലീസുകാരനാണ് ഭാര്യയുടെ റീൽ ചിത്രീകരണത്തെ തുടർന്ന് സസ്പെൻഷനിലായത്. സീബ്ര ക്രോസിംഗിൽ നൃത്തം ചെയ്യുന്ന വീഡിയോ ഇയാളുടെ ഭാര്യ ജ്യോതി മാർച്ച് 22-നാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. വീഡിയോ വൈറലായതോടെയാണ് അജയ് ഗുണ്ടു വിവാദങ്ങളിൽ ഇടം പിടിച്ചത്. സീബ്ര ക്രോസിംഗിൽ നൃത്തം ചെയ്ത യുവതിയുടെ ചിത്രീകരണം കലാശിച്ചത് പോലീസ് ഉദ്യോഗസ്ഥനായ ഭർത്താവിൻ്റെ സസ്പെൻഷനിൽ. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഇത്രയേ ഉള്ളൂ. പോലീസുകാരനല്ല ആരാണെങ്കിലും ഇങ്ങനത്തെ ഓരോ തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ട പണിഷ്മെൻറ്റ്. പിന്നെ രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, റിലീസ് ആവാൻ പോകുന്ന ആൽബാണെങ്കിലും ഈ ഒരു വീഡിയോ ക്ലിപ്പിങ് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെയാണ്. എസ്പെഷ്യലി ഏതോ രേണു സുധീൻ്റെ പ്രൊഫൈലിൽ ഇതിൻ്റെ ഒരു റീല് കാണാൻ പറ്റും. അപ്പം നിങ്ങളിത് പുറത്തിടാണ്ട് ഒരിക്കലും ഇത് എന്ത് ചെയ്യില്ല, പുറത്തോട്ട് പോവില്ല. സോ അതാണ് ഞാനിവിടെ ബേസിക്കലി ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഒരു നെഗറ്റീവ് ഇൻഫോർമേഷൻസ് പബ്ലിക്കിലോട്ട് കൊടുക്കാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.